ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CUB മീഡിയയുടെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കർത്തൃമേശയും ചില സംശയങ്ങളും എന്നുള്ള വീഡിയോയുടെ തുടർ സംപ്രേഷണമാണ് ഇന്നത്തേത്. കർത്തൃമേശ അന്ത്യത്താഴ സമയത്ത് നടത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പായി കാലുകഴുകൽ ശുശ്രൂഷ നടന്നതായി നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. സാർ, ഇന്നെൻ്റെ സംശയം, കാലുകഴുകൽ ശുശ്രൂഷ അത് വേദപുസ്തക പ്രകാരം പുതിയ നിയമസഭയ്ക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നവയാണ്? വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണത്. യഹൂദന്മാരുടെ രീതി അനുസരിച്ചാണ് കർത്താവ് അന്ത്യ അത്താഴത്തിന് മുൻപ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. അത് ഇന്ന് സഭ ആചരിക്കണമോ എന്ന ഒരു സംശയം നിരവധി ആളുകളുടെ അകത്തുണ്ട്. എന്നാൽ ആ കാര്യത്തെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലെ വേദവാക്യമാണ് നമ്മുടെ ആധാരം. യോഹന്നാൻ 13:14 വാക്യങ്ങൾ: നിങ്ങൾ എന്നെ ഗുരുവും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. വളരെ ക്ലിയറാണ് ഈ വാക്യങ്ങൾ. യഹൂദ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ചെയ്തതെങ്കിൽ അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഇത് നിങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ്യണം. കൽപ്പനയാണ്. അപ്പൊ അതുകൊണ്ട് കാലുകഴുകൽ ശുശ്രൂഷ പുതിയ നിയമത്തിൽ പ്രാധാന്യമുള്ളതാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ചെയ്യേണ്ടതുമാണ്. അത് അവഗണിക്കുന്നത് കർത്താവിന്റെ കൽപ്പനയെ അവഗണിക്കുന്ന തുല്യമാണ്. വചനം വളരെ ക്ലിയറായി നമ്മളോട് അങ്ങനെ പറഞ്ഞിരിക്കെ അത് ഒഴിവാക്കാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതുകൊണ്ട് പുതിയ നിയമസഭയിലുള്ള ആളുകൾ കർത്താവിൻ്റെ വരവ് വരെ കാലുകഴുകൽ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് എപ്പോൾ ചെയ്യണം? ഓരോ കർത്തൃമേശയ്ക്കും ഇത് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധമില്ല. കർത്തൃമേശ സന്ദർഭങ്ങളിലെല്ലാം കാലുകഴുകൽ ചെയ്യാൻ നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. എന്നാൽ ഈ ശുശ്രൂഷ ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എപ്പോൾ എന്നതിനല്ല പ്രാധാന്യം, ഇത് ചെയ്യുക എന്നുള്ളതിനാണ്. അത് പൊതുസഭയ്ക്ക് എപ്പോഴൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത്, വർഷത്തിലൊരിക്കലാണോ 6 മാസത്തിലൊരിക്കലാണോ ഇത് ചെയ്യാനുള്ള സൗകര്യമുള്ളത്, ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, അതനുസരിച്ച് കാലുകഴുകൽ ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അതാണ് ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്ന കാര്യം. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. അടുത്ത സംശയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഒരു വ്യക്തി അധാർമികമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് കരുതുക. അദ്ദേഹത്തെ നമ്മൾ കർത്തൃമേശയിൽ നിന്നും മാറ്റി നിർത്തുന്നത് വേദപുസ്തക പ്രകാരമാണ്. അതാണ് ചോദ്യം. കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരാൾ അതിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന് മാനദണ്ഡം അയാൾ സഭാംഗമായിരിക്കുന്നു എന്നുള്ളതാണ്.
അതിൽ പങ്കെടുക്കുന്നയാളോട് തിരുവചനം പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുവാൻ. അപ്പൊ അപ്പവീഞ്ഞുകളിൽ പങ്കാളിയാകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെത്താൻ ശോധന ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് കർത്താവിൻ്റെ മേശയാണ്. ഇവിടെ നാം എല്ലാം അതിൽ പങ്കാളികൾ മാത്രമാണ്. ആതിഥേയൻ കർത്താവാണ്. അപ്പൊ അദൃശ്യനായ കർത്താവ് ആതിഥേയനായി നടത്തുന്ന മേശയിൽ പങ്കെടുക്കുന്നത് ആരാണോ ആ വ്യക്തി തന്നെത്താൻ ശോധന ചെയ്യണമെന്ന് തിരുവെടുത്ത് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. ഒരു മനുഷ്യന് മറ്റൊരാളെ കർത്തൃമേശയിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ വിലക്കുന്നതിനോ വേദപുസ്തകം നിർദ്ദേശം നൽകുന്നില്ല. കാരണം ആ വ്യക്തി തന്നെയാണ് ശോധന ചെയ്യേണ്ടത്. അപരന് ഒരു വ്യക്തിയെ ശോധന ചെയ്യുന്നതിന് പരിധിയുണ്ട്. ദൈവവും അയാളും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനമാക്കി പങ്കെടുക്കുന്നയാളാണ് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത്. സഭയിലെ മറ്റാർക്കും ഒരാളെ കർത്തൃമേശയിൽ നിന്ന് വിലക്കുന്നത് തിരുവചനാടിസ്ഥാനത്തിൽ ശരിയായ കാര്യമല്ല. അവിടെ തന്നെത്താൻ ശോധന ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥവിപുലത വ്യക്തമായി മനസ്സിലാക്കിയാൽ മറ്റൊരാൾക്ക് കർത്തൃമേശയിൽ നിന്ന് ഒരാളെ വിലക്കാൻ സാധ്യമല്ല എന്ന സൂചന മറഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ഇനി ഒരു പൊതു ചോദ്യമാണ്. കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലുണ്ട്. ആ 4 കാര്യങ്ങളിൽ ആദ്യത്തേത്, ഒന്നാമത്തേത്, അയോഗ്യമായി അപ്പം തിന്നരുത്, പാനപാത്രം കുടിക്കരുത്. ഈ അയോഗ്യമായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വളരെ പ്രാധാന്യമുള്ള ഇംഗ്ലീഷ് വാക്കുകളിൽ ഇറവറന്റലി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നയാൾ ഈ തിരുമേശ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നത് സഗൗരവം കാണണം, അർഹിക്കുന്ന ബഹുമാനത്തോടെ വേണം കാണാൻ. കേവലം ഒരു അപ്പമായും വീഞ്ഞായും മാത്രം കരുതിക്കൊണ്ട് ലാഘവ ബുദ്ധിയോടെ ഒരു പൊതു സദ്യയിൽ പങ്കെടുക്കുന്ന രീതിയിൽ പങ്കെടുക്കേണ്ട ഒന്നല്ല ഇത്. അപ്പവും വീഞ്ഞും കർത്തൃമേശ ശുശ്രൂഷ നടക്കുമ്പോഴും അപ്പവും വീഞ്ഞും തന്നെയാണ്. ഒരിക്കലും അത് യേശുവിൻ്റെ ശരീരമോ അക്ഷരികമായി യേശുവിൻ്റെ രക്തമോ ആയി മാറുന്നില്ല. എങ്കിലും ഈ അപ്പവീഞ്ഞുകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നത് സഗൗരവം പരിഗണിക്കണം. അതാണ് അയോഗ്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ശരീരത്തെ വിവേചിക്കണം. കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ബൈബിൾ അനുസരിച്ച് 3 വിധ ശരീരങ്ങളുണ്ട്. ഒന്ന് കർത്താവിൻ്റെ അക്ഷരീക ശരീരം. കർത്താവായ യേശു ഈ ഭൂമിയിൽ ജീവിച്ചതും കുരിശിൽ മരിച്ചതുമായ ശരീരം, ലിറ്ററൽ ബോഡി എന്നാണ് അതിനെ പറയുന്നത്. അതിനെ നമുക്ക് വിവേചിക്കാനാവില്ല. 2,
കർത്താവിന്റെ ശരീരമാണ് ഈ അപ്പം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നാം ഉണ്ടാക്കുന്ന ഈ ധാന്യങ്ങൾ കൊണ്ടുള്ള അപ്പം കർത്താവിന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. അതിനെയും നമുക്ക് വിവേചിക്കാനാവില്ല. മൂന്നാമത്തെ ശരീരം കർത്താവിന്റെ മിസ്റ്റിക്കൽ ബോഡിയാണ്, മാർമിക ശരീരം. അത് കർത്താവിന്റെ ശരീരം ആയ സഭയാണ്. സഭയെ നമുക്ക് വിവേചിക്കാം. കാരണം സഭയിൽ യഹൂദനുണ്ട്, യവനനുണ്ട്, ബർബരനുണ്ട്, ശകനുണ്ട്, ദാസനുണ്ട്, ഉടമയുണ്ട്, അടിമയുണ്ട്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള ഈ നാനാവിഭാഗങ്ങൾ സഭയിൽ ഒരുമിച്ച് കൂടി വരികയാണ്. കർത്തൃമേശയിൽ എല്ലാവരും പങ്കാളികളാവുകയാണ്. അവിടെ സഭ എന്ന ഏക ശരീരത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ വിവേചനപൂർവം കർത്തൃമേശയിൽ പങ്കാളിത്തം ഒരാൾക്കുണ്ടായാൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകും. ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുന്നത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭയാകുന്ന ശരീരമാണ്. അത് ഈ ചാപ്റ്ററിന്റെ ഒടുവിൽ പൗലോസ് വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പൊ അത് സഭ എന്ന ശരീരത്തെ വിവേചിക്കണമെന്നാണ് അർത്ഥം. നാലാമത്തെ കാര്യം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഓരോരുത്തരും അവന്റെ മനസാക്ഷിയിൽ നമ്മെ തന്നെ വിധിക്കണം. ജഡ്ജി നമ്മളാണ്, സാക്ഷി നമ്മളാണ്, പ്രതി നമ്മളാണ്. ഇത് മൂന്നും ഒരാളാണ്. നമ്മുടെ മനസാക്ഷിയിൽ നമ്മൾ പ്രതിയാണ്, നമ്മൾ തന്നെയാണ് അതിൻ്റെ സാക്ഷി, നമ്മൾ തന്നെയാണ് ജഡ്ജി. അപ്പോ അവനവന്റെ ജീവിതത്തെക്കുറിച്ച് അവനവനറിയാവുന്നത് പോലെ വേറെ ആരും അറിയുന്നില്ല. അവിടെ നമ്മൾ തന്നെ നടത്തുന്ന ഒരു ജഡ്ജ്മെന്റിന് ശേഷമാണ് നാം കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പ്രാഗൽഭ്യം എങ്ങനെയുണ്ട്? അത് സ്വയം വിധിച്ചുകൊണ്ട് ഈ കർത്തൃമേശയിൽ പങ്കാളിയാകുവാൻ എനിക്ക് യോഗ്യതയുണ്ടോ, ഞാനതിന് അർഹനാണോ എന്ന് തന്നെത്താൻ വിധിച്ചുകൊണ്ട് വേണം ഇതിനെ പങ്കാളിയാകാൻ എന്നാണ് നാലാമത്തെ കാര്യം നമ്മെ സൂചിപ്പിക്കുന്നത്. ഈ അതിപ്രധാനമായ 4 കാര്യങ്ങൾ കർത്തൃമേശയുടെ മുമ്പിൽ വരുമ്പോൾ ഒരാൾ ഗൗരവപൂർവം പരിഗണിക്കണം. പരിഗണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പരിണത ഫലം തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. അതാണ് പൗലോസ് പറയുന്നത്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു, മരണം വരെ സംഭവിക്കാം. അത് ഈ വസ്തുതകളുടെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്താൻ മതിയായ കാരണങ്ങളുമാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. നമ്മുടെ ഈ ചോദ്യത്തോടു കൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മളെ കർത്തൃമേശയും ചില സംശയങ്ങളും ഈ വിഷയങ്ങൾ എടുത്തപ്പോൾ വളരെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ മനസ്സിലാകുന്ന തരത്തിൽ നമ്മളോട് ഉത്തരം പറഞ്ഞ പാസ്റ്റർ ഷാജു സി ജോസഫ് അവറുകളോട് നന്ദിയെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.